പാലക്കാട് രാഷ്ട്രീയത്തെ നടുക്കിയ ഒരു പീഡന കേസ്, ഒരു യുവതിയുടെ ഗുരുതര ആരോപണം, ഒരു കോൺഗ്രസ് കൗൺസിലറുടെ പേര് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രശോഭ് വത്സൻ കേസ്. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായിരുന്ന പ്രശോഭ് സി വത്സനെതിരെയാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി ഗുരുതര ലൈംഗിക പീഡന പരാതി നൽകിയത്. ജോലി വാഗ്ദാനം നൽകി പരിചയപ്പെട്ട ശേഷം ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് പലതവണ പീഡിപ്പിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി. പരാതിക്കാരിയുടെ ആരോപണ പ്രകാരം ആദ്യം വിശ്വാസം നേടിയെടുത്തതാണ് പ്രശോഭ് ചെയ്തത്. ജോലിയും സഹായവും വാഗ്ദാനം ചെയ്ത് യുവതിയെ സമീപിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് ആരോപണം. സംഭവം കൂടുതൽ ഗൗരവമായത് യുവതി ഗർഭിണിയായെന്ന ആരോപണത്തോടെയാണ്. ഗർഭിണിയായ ശേഷം ഗർഭചിത്രത്തിനായി സമ്മർദ്ദം ചെലുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. ഇതോടെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നീങ്ങി. യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. പരാതി പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമുയർന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ വാദങ്ങൾ നടക്കുന്ന സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധിക്കെതിരായി ഇത്തരമൊരു ആരോപണം ഏറെ ചർച്ചയായി. കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം അടിയന്തര നടപടി സ്വീകരിച്ചു. പ്രശോഭ് വത്സനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കൂടാതെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷവും ഇടത് പാർട്ടികളും ഇതിനെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിന് സ്വന്തം നേതാക്കളുടെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന ചോദ്യമാണ് ഉയർന്നത്. അതേസമയം കേസ് നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്ന് കുറ്റം തെളിയുന്നതുവരെ എല്ലാവർക്കും നിയമപരമായ അവകാശമുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കോടതി അത് തള്ളിയെന്ന റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നു. ഇതോടെ കേസ് കൂടുതൽ ശ്രദ്ധ നേടി. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനമായിരുന്ന ചോദ്യം മറ്റൊന്നാണ്. ജോലി വാഗ്ദാനങ്ങളും അധികാര സ്വാധീനം ഉപയോഗിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ എത്രത്തോളം വ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം, സിനിമ, ജോലി മേഖല, ഏത് രംഗത്തും അധികാര ദുരുപയോഗ ആരോപണങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലീസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ടിനെയും കോടതിയുടെ നിലപാടിനെയാണ്. പരാതിയിലെ ആരോപണങ്ങൾ തെളിയുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ കേസ് മറ്റൊരു വഴിയിലേക്ക് പോകുമോ? അടുത്ത ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനാണ് സാധ്യത. ഇതാണ് പാലക്കാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പ്രശോഭ് വത്സൻ പീഡന കേസ്.